കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല, അതിന് പരിഹാരം ഉണ്ടാവുമോ? പരിഹാരം ഉണ്ടാവും. അത് പറയും മുമ്പ് ഞാൻ സിനുവിനോട് ചോദിച്ചോട്ടെ, മുസ്ലിമുകൾക്കിടയിൽ ജാതിയുണ്ടോ? ഇഷ്ടംപോലെ ജാതിയുണ്ട്, പക്ഷെ അവർ സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കില്ല. ജാതി മുഴുവൻ ഹിന്ദുക്കളുടെ ഇടയിലാണ്. അതെ, ഹിന്ദുക്കളുടെ ഇടയിലാണ്. മുസ്ലിമുകൾക്കിടയിൽ ജാതി ഇല്ല എന്ന് ഇവർ വാദിക്കും. എന്നാൽ നമ്മുടെ ഇത് അടുപ്പുകൂട്ടി ചർച്ച മീഡിയ വണ്ണില്ലേ, അത് നടന്ന റാവുത്തറുണ്ടല്ലോ, റാവുത്തർമാർ പത്തനംതിട്ട ഭാഗത്തൊക്കെ ഉണ്ട്. റാവുത്തർമാർക്ക് മലബാറിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല. കാരണം ഇവർ തമിഴ് ബന്ധമുള്ള മുസ്ലിംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ വളരെ നിർണായകമായ ഈ ചോദ്യത്തിന് ഉത്തരം, കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിം വരാൻ പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ആരാണെന്ന് പറയാം, എന്താണെന്ന് പറയാം, എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയാം, ഏത് വിഭാഗത്തിൽ നിന്നാണെന്ന് പറയുന്നതിന് മുമ്പ് മുസ്ലിമുകളുടെ ജാതികളെ കുറിച്ചൊന്ന് അറിയണം. മുസ്ലിമുകളുടെ ജനറൽ ജാതി, അതായത് വേണമെങ്കിൽ ഒരു മുന്നാക്ക ജാതികൾ ആരൊക്കെയാന്ന് പറയാം. പത്താൻ, ഇത് അഖിലേന്ത്യ കിടക്കില്ല. കേരളത്തിലെ തങ്കന്മാരൊക്കെ മുന്നോക്കക്കാരാ. പത്താൻ, റിസ്വി, ഷെയ്ഖ്, സിദ്ദിഖി, ഖാൻ, മിസ്ര, കയാത്ത്, സയ്യിദ്, ബർസായിയ, ബഷ്റോ എന്നൊക്കെ പറയുന്നത് മുന്നോക്ക മുസ്ലിങ്ങളാണ്. ഇനി OBC, പിന്നോക്ക ജാതികൾ എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിയൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? പിന്നോക്കക്കാർ ജാതി മതം മാറി മുസ്ലിമായപ്പോൾ പിന്നോക്ക മുസ്ലിങ്ങൾ, OBC മുസ്ലിങ്ങൾ, അവരുടെ പേര് പറയാം അൻസാരി. അൻസാരി എന്നുള്ള പേര് വളരെ പോപ്പുലറാണ്. അൻസാരി എന്ന് പറഞ്ഞാൽ ശരിക്കും നെയ്ത്തുകാരാണ്. ബെഹാങ്, ചിക്വ, ദുനീവ, ഡാൻസി, ഗുനിയ, മൻസൂറി, ഇദ്രിസ്, നായി, മനിഹാർ, ദർവേഷ്, ബദായി, ഖുറൈഷി. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ പേരുകളാണ്. നമ്മുടെ ഇവിടെ ഇതിന് വേറെ വകഭേദങ്ങളുണ്ട്. കേരളത്തിൽ വേറെ വകഭേദങ്ങളാണ്. ഇനി ദളിത് മുസ്ലിങ്ങൾ, അതാണ് ദളിത് ജാതികളിൽപ്പെട്ട ആളുകൾ മുസ്ലിം ആയാൽ അത് ദളിത് മുസ്ലിമാണ്, അല്ലാതെ വലിയ മുസ്ലിം. ഇപ്പോൾ തങ്ങൾ എന്ന് പറയുന്ന പദവിയുള്ള കുറേ മുസ്ലിങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും സവർണ മുസ്ലിങ്ങളാണ് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ഈ നബിയുമായി നേരിട്ട് ബന്ധമുള്ള കുടുംബം എന്നൊക്കെ പറയുന്നത്. തങ്ങന്മാരുടെ കുടുംബത്തിൽ നിന്ന് സാധാരണ ഒരു മുസ്ലിമിന് പെണ്ണ് കിട്ടത്തില്ല, റാവുത്തർക്കും കിട്ടത്തില്ല. ചെയ്യുന്ന ജോലി അനുസരിച്ച് ഒസ്വാനുണ്ട്, മുടിവെട്ടുന്നവരുണ്ട്, കുഴി വെട്ടുന്നവരുണ്ട്. ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി ഒരു കേസുണ്ടായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത്, നമ്മളാണ് ആദ്യം ചർച്ച ചെയ്തത്. അത് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. മലയാളത്തിലല്ല, കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം മാത്രം റിപ്പോർട്ട് ചെയ്തു. ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി, ചന്ദനക്കുടം നടക്കുന്ന അതിപ്രശസ്തമായ പള്ളിയാണ് ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി. അവിടുത്തെ പള്ളി കമ്മിറ്റി യോഗത്തിൽ ഒസ്വാൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ ഒപ്പിട്ടു. പൊതുയോഗത്തിൽ സെക്രട്ടറി വിളിച്ചത്, നീ യോഗത്തിൽ വേണം പങ്കെടുത്തു, ഒപ്പിടാനൊന്നും പറ്റില്ല. അതെന്ത്, ഞാൻ മുസ്ലിമല്ല, നീ മുസ്ലിമാണ്, പക്ഷേ നീ ഒസ്വാനാണ്, നിനക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല, നിനക്ക് കമ്മിറ്റി ഭാരവാഹി ആകാൻ പറ്റില്ല. ആ കേസ് ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ കിടക്കുകയാണ്. ജാതിയുണ്ട്, നല്ല ജാതിയുണ്ട്, എന്നിട്ട് ജാതി വിവേചനം കൊണ്ട് പീഡിപ്പിക്കുന്ന ഹിന്ദു മതം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഹാലിളകും. അതെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഈ മുസ്ലിം ദളിത് മുസ്ലിമിൻ്റെ പട്ടികയിൽ വരുന്ന പേരുകൾ കേട്ടാൽ കേരളത്തിൽ ചിലപ്പം ഞെട്ടിപ്പോവും. ഭാട്ടിയാര, ഫക്കീർ, ഷാ, ദഫാലി, നത്ത്, ഹലാൽകോർ, ലാൽബഗി, ബദഹായ്, ബഞ്ചാറ, ദോബി, റാൻകി, റാൻഗ്രസ്, ജോഗി, മോച്ചി, മുക്കേറി, ബക്കോ, ബിസ്റ്റി. ഇങ്ങനെയൊക്കെയാണ് ദേശീയ തലത്തിലാണ്. ഞാൻ കേരളത്തിലെ വെച്ചിട്ടില്ല. കേരളത്തിൽ ഈ മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയല്ലോ. മുസ്ലിം ഇപ്പോൾ നമ്മുടെ ഭരണഘടന പ്രകാരം ഒരു മതത്തിൽപ്പെട്ടവർക്ക് സംവരണം കൊടുക്കാൻ പറ്റില്ല. സംവരണം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ ജാതി വിവേചനം കൊണ്ട് പീഡനം അനുഭവിച്ച ആളുകൾക്ക് മാത്രമാണ് ഭരണഘടന സംവരണം കൊടുക്കുന്നുള്ളൂ. മറ്റു മതത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ വ്യവസ്ഥയില്ല. കാരണം മറ്റു മതങ്ങളിൽ ജാതി വിവേചനം ഇല്ല. മുസ്ലിങ്ങളും സമ്മതിക്കത്തില്ല ഞങ്ങൾ ജാതി ഉണ്ടെന്ന്. അതുകൊണ്ട് ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഹിന്ദുവിലെ പിന്നാക്ക ജാതിക്കാർക്കും പട്ടികജാതിക്കാർക്കും സംവരണം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് BJP പറയുന്നത് മറ്റു മതക്കാർക്ക് സംവരണം ഞങ്ങളുള്ള കാലത്തോളം കൊടുക്കില്ല. കാരണം അത് BJPയുടെ തെറ്റിയല്ല, ഭരണഘടനയിൽ പറയുന്നതാണ്. ഇതിനെ മറികടന്ന് ചിലയിടത്തൊക്കെ സംവരണം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ പാലൊളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം സംവരണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സംവരണം മതത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഒരു ജാതിയായിട്ട് പരിഗണിച്ചു. മുസ്ലിങ്ങളുടെ ജാതി, കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാപ്പിളമാർക്ക് സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തറിയോ, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളകളോ ആരാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലുള്ളത് മുസ്ലിം സംവരണമല്ല, മാപ്പിള സംവരണമാണ്, മാപ്പിള ജാതി സംവരണമാണ്. പക്ഷേ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണ്. എങ്ങനെയുണ്ട്? വളഞ്ഞ വഴിയിൽ സംവരണം കൊടുത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന പോലെ
ഈ വടക്കേ ഇന്ത്യയിൽ പ്രധാനമായും ഈ മാർജിനലൈസ്ഡ് മുസ്ലിംസ് എന്ന് വെച്ചാൽ അരികുവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളുണ്ട്. അതായത് സവർണ മുസ്ലിങ്ങളല്ലാത്ത പിന്നാക്ക ജാതിയിൽപ്പെട്ട മുസ്ലിങ്ങൾ. അതിൽ പ്രധാനമായിട്ട് ദളിത് മുസ്ലിങ്ങൾ, നേരത്തെ വായിച്ച പട്ടികയില്ലേ, അതൊന്നും ഓർക്കണ്ട. അതിനെല്ലാം ദളിത് മുസ്ലിങ്ങളുടെ ജാതികളെ എല്ലാം കൂടെ ചേർത്തിട്ട് അർസലുകൾ എന്നാണ് പറയുന്നത്. പിന്നോക്ക വിഭാഗത്തിൽ നമ്മൾ പറഞ്ഞില്ലേ OBC, അതെ, അത്രയും ഓർക്കണ്ട. ഇത് ആ പേരുകളൊന്നും ഓർക്കണ്ട. രണ്ട് തരത്തിൽ. ഒന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട, കേരളത്തിലെ ദളിത് കഴിഞ്ഞാൽ പുലയ, പറയ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളൊക്കെ ദളിതാണ്. ആ ദളിത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് അർസലുകൾ എന്ന് പറയും. അപ്പോൾ ഈഴവർ, വിശ്വകർമ്മജർ എന്നൊക്കെ പറയുന്ന പിന്നോക്ക ജാതികളുണ്ടല്ലോ, അത് OBC വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് അജ്ലഫ് എന്ന് പറയും. അപ്പോൾ അർസലുകൾ ദളിതാണ്. അജ്ലഫ് എന്ന് പറഞ്ഞാൽ പിന്നാക്ക മുസ്ലിങ്ങളാണ്. ഇവരെ രണ്ട് കൂട്ടരെയും ചേർത്തിട്ട് ഒരു നെയ്ത്തുകാരനായ അൻസാരി എന്ന് പറയുന്ന ഒരാൾ, അലി അൻവർ, അൻസാരിയായ നെയ്ത്തുകാരൻ അലി അൻവർ ഒരു സംഘടന ഉണ്ടാക്കി. അത് ബീഹാറിലെ പാറ്റ്ന കേന്ദ്രീകരിച്ചാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയുടെ പേര് പസ്മൻഡ മുസ്ലിം മഹസ് എന്ന് പറയും. ഈ പസ്മൻഡ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പസ്മൻഡ മുസ്ലിംസ് പറഞ്ഞാൽ പിന്നാക്ക ദളിത് മുസ്ലിങ്ങളുടെ കൂടിച്ചേരലാണ്, സവർണ മുസ്ലിമുകളല്ല അല്ല. ഈ ദളിത് പിന്നാക്ക മുസ്ലിമുകൾ പൊതുവിൽ, അതാണ് ഏറ്റവും രസകരമായ സംഭവം, ദളിത് പിന്നോക്ക മുസ്ലിങ്ങൾ, അതായത് അർസലുകളും അജ്ലഫുകളും വടക്കേ ഇന്ത്യയിൽ ഒരുമിച്ച് പസ്മൻഡ എന്നറിയും. ഈ പസ്മൻഡകൾ പൊതുവിൽ BJPക്ക് അനുകൂലമാണ്. കേരളത്തിലുള്ളവർ പറയാത്ത, കേരളത്തിലെ മാധ്യമങ്ങൾ പറയാത്ത, കേരളത്തിലെ മുസ്ലിങ്ങൾ പറയാത്ത ഒരു യാഥാർത്ഥ്യം. ഇതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ 60% വരെ മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയൊക്കെ 1 ലക്ഷം വോട്ടിന് ജയിക്കുന്നത്. കാരണം അവർ പസ്മൻഡ മുസ്ലിമുകളാണ്. എന്ന് പറഞ്ഞാൽ പിന്നാക്ക ജാതിയിൽ നിന്ന് മതം മാറിയ മുസ്ലിങ്ങളായവരും ദളിത് വിഭാഗത്തിൽ നിന്ന് മതം മാറിയ മുസ്ലിമുകളാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ദളിത് മുസ്ലിം ഐക്യം വേണമെന്നുള്ളത്. അതെ, ദളിത് മുസ്ലിം ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സം ഈ പസ്മൻഡയാണ്. പസ്മൻഡ വേറെ നിൽക്കുകയാണ്. പസ്മൻഡ അവരുടെ രക്ഷകരായി ഇപ്പോൾ കാണുന്ന ആരെയാണ്? BJPയാണ്. BJPയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന മുസ്ലിമുകളിൽ നല്ല ശതമാനം പസ്മൻഡ മുസ്ലിങ്ങളാണ്. എന്ന് വെച്ചാൽ അർസലുകളും അജ്ലഫുകളുമാണ്. ഇതാണ് നമ്മൾ ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പം BJP ഇപ്പോൾ പരിഗണിക്കുന്നത് ഒരു പസ്മൻഡ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കേന്ദ്രമന്ത്രിയാക്കാൻ പോവുകയാണ്, ആലോചിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഇവർ മുലായം സിംഗ് യാദവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന യാദവ് ദളിത് മുസ്ലിം ഐക്യം MYD, അതിനെ പൊളിക്കാൻ കൂടിയിട്ട് പസ്മൻഡ വിഭാഗത്തിൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രിയായി വന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു പ്രാതിഥ്യം അവർക്ക് കിട്ടുകയും ഇവിടെ വെക്കുന്ന ഈ തുരപ്പം പണിയുണ്ടല്ലോ, അതിനുള്ളൊരു അട്ടിമറിയും കൂടി ആകുമെന്ന് BJP കണക്കാക്കുന്നത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. BJPക്ക് മുസ്ലിം MP-മാർ ഇല്ല നിലവിൽ. അതിന് ഒരു പറയുന്ന ന്യായം എന്താണെന്ന് അറിയോ? ഇപ്പം മീഡിയ വണ്ണിലൊക്കെ ഇരുന്ന് ഭയങ്കര ചർച്ച നടത്തും. നോക്കൂ, ഇന്ത്യ ഭരിക്കുന്നു, ഒറ്റ മുസ്ലിം MP ഇല്ല BJPക്ക് ഇല്ല. ഇപ്പം കേരളത്തിൽ വരെ എത്ര മുസ്ലിങ്ങൾ നമ്മൾ മത്സരിപ്പിച്ചു BJP? ഒരാളെ പോലും ജയിപ്പിച്ചില്ല. നിങ്ങൾ BJPക്കാരൻ BJPയിലെ ഒരു മുസ്ലിം വന്നാൽ നിങ്ങൾ അവനെ തോപ്പിക്കും. എന്നിട്ട് നിങ്ങൾ മാറിയിരുന്നു, കണ്ടില്ലേ ഹിന്ദു ഫാസിസ്റ്റ് മോദി സർക്കാർ ഒറ്റ മുസ്ലിമിന് സീറ്റ് കൊടുത്തില്ല, മന്ത്രിയാക്കിയില്ല, ഒറ്റ മുസ്ലിം MP ഇല്ല. BJP മുസ്ലിമുകൾക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ പോലും കേരളത്തിലെ മത്സരിച്ച 20 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ, ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി കൊടുത്തില്ലേ? അതെ. നിങ്ങൾ ജയിപ്പിച്ചോ? ഇല്ല, തോപ്പിച്ചു. അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ഈ പസ്മൻഡ അല്ല, മെയിൻ സ്ട്രീം നിങ്ങൾ പറയുന്ന സവർണ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രിയായത്. അപ്പം നിങ്ങൾ പറയുന്ന ഇത് നറേറ്റീവ് ഉണ്ടല്ലോ, ഫേക്കാണ്. BJP ഹിന്ദു പാർട്ടിയാണ്, മുസ്ലിങ്ങളെ കേൾക്കുന്നവർക്ക് ശരിയാണല്ലോ. BJPയുടെ MP-മാർ ഒറ്റ മുസ്ലിം ഇല്ല. BJP ഒരുപാട് സ്ഥലത്ത് മത്സരിപ്പിച്ചെന്നേ, കേരളത്തിൽ പോലും മത്സരിച്ചു. നിങ്ങൾ തോപ്പിച്ചിട്ട് BJPക്ക് മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കാത്ത പാർട്ടിയാണ്, മുസ്ലിങ്ങളെ MP ആക്കാത്ത പാർട്ടിയാണ്, മുസ്ലിങ്ങളെ മന്ത്രിയാക്കാത്ത പാർട്ടിയാണെന്ന് പറയും. അത് ആ പരിപ്പ് വേവില്ല, എല്ലാവർക്കും വിവരമുള്ളവർക്കൊക്കെ മനസ്സിലാവും. എന്നാൽ BJPക്ക് ഒരു MP ഉണ്ട്. അതായത് ജമ്മു കാശ്മീരിൽ നിന്ന് ഗുലാം അലി പട്ടാന രാജ്യസഭ MP. രാജ്യസഭ ഒരു സീറ്റ് BJPക്കുണ്ട്. ഗുലാം അലി ഖട്ടാന രാജ്യസഭാ അംഗമാണ്. ഒരു പക്ഷേ BJPയുടെ കേന്ദ്രമന്ത്രിയായി വരാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്ന് ഗുലാം അലി ഖട്ടാനയാണ്. മറ്റൊരു പേരൂടെ കേൾക്കുന്നുണ്ട്, ജമാൽ സിദ്ദിഖി മഹാരാഷ്ട്രക്കാരനാണ്. BJPയുടെ മൈനോറിറ്റി മോർച്ചയുടെ പ്രസിഡന്റാണ്. ഈ 2 പേരിൽ ഒരാളെ BJP കേന്ദ്രമന്ത്രി ആക്കിയേക്കും. ന്യൂനപക്ഷകാര്യ
ചുമതല ഇപ്പോൾ കിരൺ റിജിജുവാണ് നോക്കുന്നത്. അതിൻ്റെ കീഴിൽ സ്വതന്ത്ര ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രിയായി ഒരു പസ്പന്ദ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു BJP നേതാവ് സത്യപ്രതിജ്ഞ ഉടനെ ചെയ്യുമെന്നുള്ള ഒരു വാർത്ത ദില്ലി ഉപചാരകളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം മെയ് മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ അടുത്ത 2 മാസത്തിനുള്ളിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു പുനഃസംഘടന വരികയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ BJP അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. അണ്ണാമലയ്ക്ക് മോദിയുടെയും അമിത്ഷായുടെയും പ്രിയങ്കരനാണ്. തമിഴ്നാട്ടിൽ BJPക്ക് ഗ്രാസ് റൂട്ട് ലെവലത്തിൽ വലിയ വേരോട്ടം ഉണ്ടാക്കിയ ആളാണ്. അവിടെ വീണ്ടും NDA മുന്നണി ഉണ്ടാക്കുമ്പോൾ AIADMK ആയിട്ട് ഒത്തുപോരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോർമുലയുടെ ഭാഗമായും അണ്ണാമലയെ പോലെയുള്ള ഒരാൾക്ക് കുറച്ചുകൂടെ വലിയൊരു ഉത്തരവാദിത്തം കൊടുക്കണം എന്നുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ മാറ്റം ഉണ്ടായി. പക്ഷെ അണ്ണാമല ചെയ്തൊരു സംഭാവനയുണ്ട്. അണ്ണാമലയെ പ്രസിഡന്റ് ആയതിനു ശേഷം ചുമ്മാ കാറി കയറി നടക്കുമായിരുന്നില്ല. അണ്ണാമല തമിഴ്നാട്ടിൽ ഉടനീളം പദയാത്രകൾ നടത്തി. ഗ്രാമാന്തരം ആ മനുഷ്യൻ നടക്കുകയായിരുന്നു. എല്ലാ ദിവസവും പദയാത്രയായിരുന്നു. ഇങ്ങനെ തമിഴ്നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും നടന്നു ചെന്ന് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയം ഗ്രാമാന്തരങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായ അനുകരണീയമായ മാതൃകയാണ് അണ്ണാമലൈ നടത്തിയത്. അപ്പോൾ BJPക്ക് ഇപ്പോൾ വലിയ ഒരു വേരോട്ടം, വലിയൊരു ഖ്യാതി തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും വീടുകളിലും ഉണ്ട്. അതിന് കാരണം അണ്ണാമലൈ മാത്രമാണ്. കാരണം അദ്ദേഹം ഒരു നിമിഷം വിശ്രമിച്ചിട്ടില്ല. നമ്മൾ അണ്ണാമലയുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നടന്നു പോകുന്നു, ഇടയ്ക്ക് ഒരാൾ ഒരു വീഡിയോ ഞാൻ കണ്ടു. നടന്ന് ക്ഷീണിച്ചു വന്ന അണ്ണാമലയ്ക്ക് ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് 2 ചെരുപ്പുകൾ കൊടുക്കുന്നു. അണ്ണാമല ഉടനെ പാൻറ്റൊക്കെ ഇട്ടിരുന്ന അണ്ണാമല തറയിലിരിക്കുകയാണ്. തറയിൽ നിന്ന് തൻ്റെ ഷൂ ഊരി ദൂരെ തൊട്ട് കളഞ്ഞിട്ട് ആ മനുഷ്യൻ കൊടുത്ത ചെരുപ്പിടുന്നു. പിന്നെ ഇടത്ത് കണ്ടത് ഒരു സ്ഥലത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അന്നദാനത്തിനുള്ള സംവിധാനം ചെയ്യുകയാണ്. അവിടെ വന്ന് ലോറിയിൽ നിന്ന് അരിച്ചാക്ക് സ്വന്തം പുറത്ത് ചുവന്ന് ഇറക്കുന്ന അണ്ണാമലൈ. അങ്ങനെ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് തമിഴ്നാട്ടിൽ BJPക്ക് വലിയ നിർണായകമായ വളർച്ച ചുരുങ്ങിയ കാലം കൊണ്ട് അണ്ണാമലയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അണ്ണാമലൈ ഉണ്ടാക്കിയ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്കാണ് പുതിയ BJP അധ്യക്ഷൻ തമിഴ്നാട്ടിൽ വരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ RSS വഴി അല്ലാത്ത 2 BJP അധ്യക്ഷന്മാർ വരിക. അപ്പോൾ ആ സമയത്ത് അണ്ണാമലൈ ഇത്രയും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്ത അണ്ണാമലയ്ക്ക് അനുയോജ്യമായ ഒരു ബർത്ത് കൊടുക്കണം. അതിനുവേണ്ടി കൂടിയാണ് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മുസ്ലിം മന്ത്രി കൂടി ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ ഈ പസ്പന്ദ മുസ്ലിമുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ് 2026. അപ്പോൾ ഇതെല്ലാം കൂടെ ഇക്വേഷൻ നോക്കിയിട്ട് BJPയിൽ ചില നിർണായകമായ മാറ്റങ്ങൾ വരും. BJPക്കാരനായ ഒരു മുസ്ലിം കേന്ദ്രമന്ത്രി ഉടൻ ദിവസങ്ങൾക്കുള്ളിൽ കൂടി പോയ 2 മാസം അല്ലേ, 2 മാസം 60 ദിവസം വരാൻ പോവുകയാണ്. മോദി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള മുദ്രാവാക്യം നടപ്പാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന പരാതി പരിഹരിക്കാൻ പോവുകയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ BJP ന്യൂനപക്ഷങ്ങൾക്ക് വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ റംസാൻ കാലത്ത് കിറ്റുകൾ കൊടുത്തു. അതുപോലെയുള്ള പദ്ധതികളും BJP ആവിഷ്കരിക്കുന്നുണ്ട്. BJP അതിൻ്റെ മാസ് ബേസ് ഒന്ന് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജനകീയ ബന്ധം ഉറപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.